ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഹലോ, എക്സ്ക്യൂസ് മീ. ഹലോ, ഒരു സെക്കൻഡ്. എന്താ? ഈ ശാലിനി മേഡത്തുണ്ടോ? ഉണ്ട്. എനിക്ക് മാഡത്തിനൊന്ന് കാണണമായിരുന്നു, ഒരു അത്യാവശ്യ കാര്യം പറയാനാ. ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ചോദിച്ചു നോക്കാം. ആ ആ. മാഡം, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറയും. മാഡം അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ശരി. മാഡം, ജഗദീപ് വരൂ. ആ, ഇരിക്കൂ. കുഴപ്പമില്ല, ഞാൻ നിന്നോളാം. ഇരിക്കൂ. ഓ, പിന്നെ തിരക്കുള്ള ഈ സമയത്ത് ഒന്ന് ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം കേട്ടോ. ഓ, അതൊന്നും കുഴപ്പമില്ല. എന്തെങ്കിലും കാരണമില്ലാതെ ജഗദീപ് വരില്ല എന്ന് എനിക്കറിയാം. അതെ, അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ തന്നെ ഞാൻ ഇപ്പോൾ വന്നത്. ഇതിപ്പോ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യും. ജഗദീപ് പറഞ്ഞോളൂ, എന്താ പ്രശ്നം? അത് ഈ രോഹിത് ഇപ്പോൾ സുസ്മിതയുടെ കസ്റ്റഡിയിലാണ്. ഈ കസ്റ്റഡിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അവർ മദ്യം കൊടുത്ത് അവിടെ മയക്കി കിടത്തിയിരിക്കുക. അവന് നല്ല രീതിയിലൊന്ന് ചിന്തിക്കാൻ പോലും അവര് സമയം കൊടുക്കുന്നില്ലെന്നുള്ളതാണ്. ഈ രീതിയിൽ അധികം മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇക്കാര്യം ഞാനും അറിഞ്ഞു. സുസ്മിതയോട് നേരിട്ടൊരു അംഗത്തിന് നിൽക്കാതെ രോഹിത്തിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവിടുന്ന് കൊണ്ടുവരണം. അത് മാത്രമേ ഒരു മാർഗമുള്ളൂ. അവൻ അവിടെ വന്ന് കയറിയതിന് ശേഷം അവന്റെ കാല് നേരെ ചൊവ്വേ നിലത്തുറച്ചിട്ടില്ല. ഉറക്കാൻ അവർ സമ്മതിച്ചിട്ടില്ലെന്നുള്ള. തീരുമ്പോ മദ്യം ഒഴിച്ചു കൊടുത്ത് അവനെ അവര് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു 6 മാസത്തിനപ്പുറം അവൻ പോവില്ല. അതാണ് അവസ്ഥ. ഇതിനൊരു പരിഹാരം കാണേണ്ടവർ അതോടനെ ചെയ്യും. എനിക്കിന്ന് നേരിട്ട് ഇടപെടാൻ പറ്റാത്തോണ്ടാ ഞാൻ മാറി നിൽക്കുന്നത്. സുസ്മിതയും ചന്ദ്രബോസും കൂടി ഇവനെ വെച്ചിട്ട് എന്തൊക്കെയോ പദ്ധതികൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ല, ഞാൻ കേൾക്കുന്ന രീതിയിൽ അവരൊന്നും പറയില്ലല്ലോ. ഒരു പരിധിവരെ രോഹിത്തിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് അവരവനെ കൊണ്ടുപോയി എത്തിച്ചില്ലേ. സുസ്മിതയും ചന്ദ്രബോസും കൂടി അവനെ വെച്ചൊരുക്കുന്ന കെണി അതിന് എന്ത് തന്നെ ആയിരുന്നാലും മാഡത്തിനെയും വിഷ്ണു ആശാന്റെ കുടുംബത്തിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും. ഇതൊരു പക്ഷെ പരിധി വിട്ട് പോകുന്നുണ്ടോന്നാ എൻ്റെ ഒരു സംശയം.